ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഏവരും സോദരർ ഒരു ആസ്വാദനം. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് വിട പറഞ്ഞിട്ട് ഈ മാസം 21-ന് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അന്തരിച്ചതിന് ഒരാഴ്ചയ്ക്കകം 2025 ഏപ്രിൽ 26-ന് സത്യധ്വനിയുടെ 44-ാം എപ്പിസോഡായി ഫ്രാൻസിസ് മാർപ്പാപ്പ 21-ാം നൂറ്റാണ്ടിലെ രാജർഷി എന്ന ശീർഷകത്തിൽ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അതിൽ അടുത്തു വരുന്ന 2 എപ്പിസോഡുകളിലായി അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ അങ്ങേയ്ക്ക് സ്തുതി, ഏവരും സോദരർ എന്നീ ചാക്രിക ലേഖനങ്ങളുടെ ആസ്വാദന വീഡിയോകൾ ഇറക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ അങ്ങേയ്ക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനത്തിൻ്റെ ആസ്വാദനം ഉൾക്കൊള്ളുന്ന വീഡിയോ മാത്രമാണ് പുറത്തിറക്കാൻ എനിക്ക് സാധിച്ചത്. അടിയന്തര സ്വഭാവമുള്ള ചില വിഷയങ്ങൾ കയറി വരികയും ഏവരും സോദരർ എന്ന ചാക്രിക ലേഖനത്തിൻ്റെ ആസ്വാദന വീഡിയോ നിരന്തരം മാറ്റിവയ്ക്കേണ്ടി വരികയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിനിയും മാറ്റിവയ്ക്കാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ ആസ്വാദന വീഡിയോ അദ്ദേഹത്തിൻ്റെ മഹനീയ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു ഓർമ്മ പൂച്ചണ്ടായി സമർപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറെ സൂക്ഷ്മതയോടെ കാണാനും അവയുടെ കാര്യകാരണ ബന്ധങ്ങളെ ബൈബിൾ അധിഷ്ഠിതമായും യുക്തിപരമായും അപഗ്രഥിച്ച് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ ലോകരുടെ മുമ്പിൽ വയ്ക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യമാണ് എന്ന് പറയാം. ഏവരും സോദരർ എന്ന ഇറ്റാലിയൻ ഭാഷയിൽ ഫ്രാറ്റല്ലി ടുട്ടി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ ചാക്രിക ലേഖനം ഇക്കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുകയുണ്ടായി. അദ്ദേഹം 2020 എഴുതിയ ഏവരും സോദരർ എന്ന ഈ ചാക്രിക ലേഖനത്തിൽ ലോകം ഇന്ന് നേരിടുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക തലങ്ങളിലെ ജീർണതകളെ ഇഴപിരിച്ച് അതിലെല്ലാം ഉൾച്ചേർന്നിരിക്കുന്ന മനുഷ്യവിരുദ്ധതയെയും വീക്ഷണ വൈകല്യങ്ങളെയും ഒപ്പം രക്ഷാമാർഗത്തെയും അങ്ങേയറ്റം തെളിമയോടെ കാട്ടിത്തരുന്നു. ഇതിനു മുമ്പെഴുതിയ അങ്ങേയ്ക്ക് സ്തുതി എന്ന അദ്ദേഹത്തിൻ്റെ 2-ാമത്തെ ചാക്രിക ലേഖനത്തിൽ ഈ ഭൂമി സർവ്വജീവജാലങ്ങളുടെയും പൊതുഭവനമായതിനാൽ മനുഷ്യർ മാത്രമല്ല അവയുൾപ്പെടെ സകലതും പരസ്പരം സഹോദരരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യൻ്റെ മാറ്റിവയ്ക്കാനാവാത്ത ഉത്തരവാദിത്വമാണെന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ഏവരും സഹോദരരിലാവട്ടെ, എല്ലാ മനുഷ്യരും ഭൂമിക്കാരായതിനാൽ അവരെല്ലാം പരസ്പരം നേർ സഹോദരരാണെന്ന വസ്തുതയ്ക്കാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരിക്കുന്നത്. ആ യുക്തിയിൽ നിന്നുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ഓരോ ജനതയുടെയും തനിമയും അന്തസ്സും തുല്യതയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഒരു നവസമൂഹം സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അദ്ദേഹം. ഈ ഗ്രന്ഥത്തിൻ്റെ അതിർത്തികളില്ലാതെ എന്ന വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, നമുക്ക് ഒരേ മാംസമുള്ള സഹയാത്രികരായി നമ്മുടെയെല്ലാം പൊതുഭവനമായിരിക്കുന്ന ഈ ഒരേ ഒരു ഭൂമിയുടെ മക്കളായി ഓരോ സഹോദരനും സഹോദരിയുമായി തനത് സ്വരങ്ങളിൽ തങ്ങളുടെ വിശ്വാസങ്ങളുടെയും ബോധ്യങ്ങളുടെയും സമൃദ്ധികൾ പങ്കുവെച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു വിശ്വ മാനവ കുടുംബത്തെ സ്വപ്നം കാണാൻ കഴിയട്ടെ എന്ന്. തുടർന്നുള്ള 8 അധ്യായങ്ങളിലായി ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നിലവിലെ ലോക സാഹചര്യങ്ങളെയും അനുകൂലമായുള്ള സാധ്യതകളെയും വിശദമായി അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ വിശ്വ കുടുംബ സങ്കല്പത്തിലേക്ക് പ്രത്യാശാഭരിതനായി വഴി കാട്ടുകയാണ് അദ്ദേഹം. എല്ലാവരും ഭൂമിക്കാരാണ് എന്നതും തന്മൂലം ഏവരും സോദരരാണ് എന്നതും അംഗീകരിക്കുന്നവർ പോലും അതിൻ്റെ സാക്ഷാത്കാരമായ വിശ്വകുടുംബം എന്ന സങ്കല്പത്തെ ഒരിക്കലും നടക്കാത്ത ഒരു നല്ല കാര്യം എന്ന്, അഥവാ ഒരു ഉട്ടോപ്യൻ സങ്കല്പം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് പതിവ്. അങ്ങനെ തള്ളിക്കളയാൻ 100 കാരണങ്ങളുണ്ട് എന്നതാണ് വസ്തുതയും. അതായത് മാത്സര്യത്തിലും ചൂഷണത്തിലും അടിസ്ഥാനമിട്ട് കെട്ടിപ്പോക്കി വ്യവസ്ഥാപിതമാക്കിയിരിക്കുന്ന ഇന്നത്തെ ലോക കമ്പോള വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് മാനവികതയിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു വിശ്വ കുടുംബ വ്യവസ്ഥിതി സാധ്യമാണെന്ന് അംഗീകരിക്കുക പ്രായോഗിക ബുദ്ധിയുള്ള ആർക്കും എളുപ്പമല്ല തന്നെ. എന്നാൽ മനുഷ്യരിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള സ്നേഹോർജ സംഭരണിയിൽ ഉറച്ച വിശ്വാസവുമായി പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് നീങ്ങുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർന്നു നിൽക്കുന്ന തടസ്സങ്ങളുടെ മലനിരകൾ കാട്ടിക്കൊണ്ട് തന്നെയാണ് അവയെ മറികടക്കാൻ മനുഷ്യകുലത്തോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാവാം നിലവിലുള്ളത് ഒരു അടഞ്ഞ സമൂഹമാണെന്നും ഇരുൾ പടർത്തുന്ന കാർമേഘ പടലങ്ങൾ അതിനുമേൽ ഉരുണ്ടുകൂടുകയാണെന്നും ധ്വനിപ്പിക്കുന്ന അടഞ്ഞ ലോകത്തിനു മേൽ ഇരുണ്ട മേഘങ്ങൾ എന്ന ഡാർക്ക് ക്ലൗഡ്സ് ഓവർ എ ക്ലോസ്ഡ് വേൾഡ് എന്ന ശീർഷകമാണ് ആദ്യ അധ്യായത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്.
ഈ അധ്യായത്തിൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ തലനാരിഴകേറി പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം. ലോകം ഇന്ന് സ്വതന്ത്രമായി തുറന്നിട്ടിരിക്കുന്നത് വൻ സാമ്പത്തിക ശക്തികൾക്ക് മുമ്പിൽ മാത്രമാണെന്നും അതിലൂടെ ഓരോ മനുഷ്യനും ഓരോ ജനതയും ഇന്ന് സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടുകയും സാംസ്കാരികമായി അന്യവൽക്കരിക്കപ്പെടുകയുമാണെന്നും അദ്ദേഹം തുറന്നു കാട്ടുന്നു. ഈ ശക്തി രാഷ്ട്രീയം ഏകശിലാരൂപിയായ ഒരു സംസ്കാരത്തിലൂടെ ലോകത്തെ ഏകീകരിക്കുകയും അതേസമയം തന്നെ വ്യക്തികളെയും രാജ്യങ്ങളെയും ഭിന്നിപ്പിക്കുകയാണ്. അത് സാഹോദര്യഭാവം നശിപ്പിച്ച് മനസ്സെടുപ്പമില്ലാത്ത അയൽക്കാരെയാണ് ഉണ്ടാക്കുന്നത്. 14-ാം ഖണ്ഡികയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ആവേശം കൊണ്ടോ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയോ അക്ഷന്തിവ്യമായ ഉപേക്ഷ കൊണ്ടോ അലംഭാവം കൊണ്ടോ ഒക്കെ തങ്ങളുടെ തനത് പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കുന്നവർ തങ്ങളുടെ ആത്മാവിനെ തന്നെ കൊള്ളയടിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അത് കലാശിക്കുന്നത് അവരുടെ തനത് കൂട്ടായ്മ ബോധത്തിൻ്റെ നഷ്ടത്തിൽ മാത്രമല്ല, അവരുടെ ധർമ്മനിഷ്ഠയുടെയും ബൗദ്ധികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി നഷ്ടത്തിലായിരിക്കും. ഇക്കാലത്ത് ജനാധിപത്യം, സ്വാതന്ത്ര്യം, നീതി, ഐക്യം മുതലായ വാക്കുകൾക്ക് തന്നെ എന്തർത്ഥമാണ് യഥാർത്ഥത്തിലുള്ളത്? ഏതൊരു പ്രവൃത്തിയെയും നീതീകരിക്കുന്നതിനായി മേൽക്കോയ്മയുടെ കൈകളിൽ ഉപയോഗയോഗ്യമാകത്തക്ക വിധം വളച്ചൊടിച്ച് രൂപപ്പെടുത്തിയ ഉപകരണങ്ങൾ മാത്രമായിരിക്കുന്നു അവ. തുടർന്ന് ഇന്നത്തെ പണാധിഷ്ഠിത സംസ്കാരം ജന്മം കൊടുത്തിട്ടുള്ള പാവങ്ങളോടും വൃദ്ധരോടും കുട്ടികളോടുമുള്ള അവഗണന, മനുഷ്യാന്തസ്സിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെ തന്നെയും നിരാകരണം, പുതിയ തരം അടിമത്തം, വംശീയവും മതപരവുമായ തീവ്രവാദങ്ങൾ, ഭീകരാക്രമണങ്ങൾ, കൂട്ടപലായനങ്ങൾ, അഭയാർത്ഥി പ്രവാഹങ്ങൾ, സമൂഹത്തിൻ്റെ മാഫിയാവൽക്കരണം എന്നിങ്ങനെ നിരവധിയായ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു ഈ അധ്യായത്തിൽ. കൂടാതെ ഈ സാഹചര്യം ഓരോ മനുഷ്യനിലും സൃഷ്ടിക്കുന്ന ഏകാന്തതയും ഭയവും അരക്ഷിതത്വ ബോധവും ചേർന്ന് തനിക്ക് ചുറ്റും മതിലുകൾ ഉയർത്തി പുറം ലോകവും ചക്രവാളവുമില്ലാത്ത സ്വയം സൃഷ്ട തടവറകളിൽ ഒതുങ്ങാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ദൂഷിത വലയവും ഇതിൽ ചർച്ചാ വിഷയമാകുന്നു. ലോകത്തെ മുഴുവൻ ഗ്രസിച്ച COVID-19 എന്ന മഹാപകർച്ചവ്യാധി അപ്രതീക്ഷിതമായി ലോകത്തിന് നൽകിയ പ്രഹരം മനുഷ്യൻ ആഗോളതലത്തിൽ ഒറ്റ സമൂഹമാണെന്നും ഒറ്റയ്ക്ക് നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ലെന്നും നാം ശരിയെന്ന മട്ടിൽ അവലംബിച്ചു പോരുന്ന രീതികൾ പലതും തെറ്റും ഉപരിപ്ലവമായിരുന്നുവെന്നും നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും അടിയന്തരമായി ഒരു പുനർവിചിന്തനം ആവശ്യമാണെന്നുമൊക്കെയുള്ള ഒരു അവബോധം ഉണരാൻ ഇടയാക്കിയിട്ടുണ്ട് എന്ന നിരീക്ഷണവും അദ്ദേഹം നടത്തുന്നുണ്ട് ഇതിൽ. ഇങ്ങനെ മാനുഷികമായ ഒരു നവസമൂഹത്തെപ്പറ്റിയുള്ള ചിന്ത ഉട്ടോപ്യനാണ് എന്ന് പറഞ്ഞു തള്ളുന്ന ആരെക്കാളും അതിനു മുമ്പിലുള്ള തടസ്സങ്ങളെ തെളിഞ്ഞു കണ്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരസ്പരം ചിതറി അകന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഒരു വിശ്വകുടുംബമാക്കേണ്ടതുണ്ട് എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്നത്. തെരുവിൽ ഒരു അപരിചിതൻ അഥവാ എ സ്ട്രേഞ്ചർ ഓൺ ദി റോഡ് എന്ന 2-ാം അധ്യായമാണ് ഈ ചാക്രികലേഖനത്തിൻ്റെ മൂലക്കല്ല് എന്ന് പറയാം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയുടെ ഓരോ അംശവും എടുത്ത് ആധുനിക ലോക സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തുന്ന വ്യാഖ്യാനം ഇന്ന് ലോകം നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം വ്യക്തമാക്കാൻ പോരുന്നതാണ്. വഴിയിൽ കവർച്ച ചെയ്യപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ടും മറുവഴിയിലൂടെ കടന്നുപോയ പുരോഹിതനെയും ലേവിനെയും പോലെ കൊള്ളയടിക്കപ്പെട്ടും മുറിവേറ്റും കിടക്കുന്ന മനുഷ്യരെ കണ്ടില്ലെന്ന് നടിക്കുന്ന, അവരനോട് നിസ്സംഗത പുലർത്തുന്ന, അവനവൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന മനുഷ്യൻ്റെ സ്വകാര്യമത്രപരമായ അഥവാ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ മനോഭാവമാണ് ഇന്നിൻ്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഈ അധ്യായം ആരെയും ബോധ്യപ്പെടുത്തും. അന്ത്യവിധിയിലെ ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വാഗതം ചെയ്തു എന്ന യേശു വചസ്സ് കൂടി വ്യാഖ്യാനിച്ച് അത് അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ അധ്യായം അവസാനിപ്പിക്കുന്നത് മനുഷ്യാസ്തിത്വത്തിൻ്റെ സാമൂഹികമായ അർത്ഥമെന്തെന്ന്, ആത്മീയതയുടെ സാഹോദര്യമാനമെന്തെന്ന്, ഓരോ വ്യക്തിയുടെയും അവിഛിന്നമായ മനുഷ്യാന്തസ് സംബന്ധിച്ചുള്ള നമ്മുടെ ബോധ്യം എന്തെന്ന്, എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതിന് നമുക്കുള്ള കാരണങ്ങൾ എന്തെന്ന് ഒക്കെ നമ്മുടെ വേദപാഠ പഠനങ്ങളിലും സഭാ പ്രബോധനങ്ങളിലും പ്രകടമായും വ്യക്തമായും പറയേണ്ടത് ഏറ്റവും പ്രധാനമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുറന്ന ലോകത്തിൻ്റെ ദർശനവും ബീജാവാപവും എന്ന അഥവാ എൻവിസേജിങ് ആൻഡ് എൻജെൻഡറിങ് ആൻഡ് ഓപ്പൺ വേൾഡ് എന്ന 3-ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് സ്വയം ദാനമാകാതെ സ്വയം വികാസം പ്രാപിക്കാനോ ജീവിതത്തിൽ സാഫല്യം കണ്ടെത്താനോ സാധിക്കാത്ത വിധത്തിലാണ് മനുഷ്യജീവികൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സാമൂഹിക ജീവിയായിട്ട് തന്നെയാണ് മനുഷ്യൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന്. പിറന്നു വീഴുന്ന ഒരു ശിശുവിന് കുടുംബമെന്ന ചെറു സമൂഹമില്ലാതെ മുന്നോട്ട് ജീവിക്കാനാവില്ല എന്നത് തന്നെ
ഇതിന് തെളിവാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വന്തം വൈയക്തികതയുടെ അതിർത്തികളെ അതിവർത്തിക്കാനുള്ള നൈസർഗിക ത്വര, സഹജാവബോധം ഓരോ മനുഷ്യനിലുമുണ്ട്. ഈ സഹജാവബോധത്തെ സാമൂഹികമായി പ്രോത്സാഹിപ്പിച്ചാൽ അവനവനിലേക്ക്, സ്വകാര്യമാത്ര പരതയിലേക്ക് ചുരുങ്ങിക്കൂടാൻ പ്രേരിപ്പിക്കുന്ന ഞാൻ ഭാവത്തിൽ നിന്ന്, ഈഗോട്ടിസ്റ്റിക് മെൻറ്റാലിറ്റിയിൽ നിന്ന് മോചിതനായി അവരനിലേക്ക് സ്വയം വിടരാനും സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും മൂല്യം മനസ്സിലാക്കാനും സാർവത്രിക സ്നേഹത്തിലേക്ക് നയിക്കപ്പെടാനും ഓരോ മനുഷ്യനും തീർച്ചയായും പ്രചോദിതനാകും. ഈ സാധ്യതയുടെ വിവിധ വശങ്ങൾ കാട്ടിത്തരുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അധ്യായത്തിൽ. അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങളെക്കുറിച്ചും സാർവത്രിക സ്നേഹം എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഐക്യദാർഢ്യം എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഐക്യദാർഢ്യമെന്നാൽ ഒറ്റതിരിഞ്ഞ ഔദാര്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിനും അപ്പുറമാണ്. അതിനർത്ഥം കൂട്ടായ്മയുടെ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. ദാരിദ്ര്യം, അസമത്വം, തൊഴിൽ രാഹിത്യം, ഭൂമിയും വീടും ഇല്ലായ്മ, സാമൂഹികവും തൊഴിൽപരവുമായ അവകാശങ്ങളുടെ നിഷേധം എന്നിവയുടെയെല്ലാം ഘടനാപരമായ കാരണങ്ങൾക്കെതിരെ പോരാടുക എന്നും അത് അർത്ഥമാക്കുന്നു. സാമ്പത്തിക സാമ്രാജ്യത്വത്തിൻ്റെ നശീകരണ ഫലങ്ങളെ തടയുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. ചരിത്ര സൃഷ്ടിയിലേക്കുള്ള ഒരു വഴി എന്നതാണ് ഐക്യദാർഢ്യം എന്നതിൻ്റെ ഏറ്റവും മഹത്തായ അർത്ഥം. ജനകീയ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും മറ്റൊന്നല്ല. വിസ്താര ഭയത്താൽ എല്ലാ അധ്യായങ്ങളെയും ഒന്ന് സ്പർശിച്ചു പോകാൻ പോലും കഴിയുന്നില്ല എന്ന് പറയട്ടെ. എങ്കിലും ഹ്രസ്വമായ ഈ പരിചയപ്പെടുത്തൽ കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുമുള്ളതും മഹാന്മാക്കൾ സഹസ്രാബ്ദങ്ങളായി ഊതിക്കത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിശ്വകുടുംബം എന്ന, വസുധൈവ കുടുംബകം എന്ന, ദൈവരാജ്യം എന്ന സ്വപ്നത്തിന് പ്രായോഗികതയുടെ ചിറകുകൾ നൽകുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിക്കുന്ന സമർപ്പണ ബുദ്ധി ആർക്കും ബോധ്യപ്പെടുമല്ലോ. മുഴുവൻ ലോകത്തേക്കും തുറക്കുന്ന ഒരു ഹൃദയം, എ ഹാർട്ട് ഓപ്പൺ ടു ദ ഹോൾ വേൾഡ് എന്ന 4-ാം അധ്യായവും, ഒരു മികച്ചതരം രാഷ്ട്രീയം, എ ബെറ്റർ കൈൻഡ് ഓഫ് പൊളിറ്റിക്സ് എന്ന 5-ാം അധ്യായവും, സംവാദവും സൗഹൃദവും സമൂഹത്തിൽ, ഡയലോഗ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ഇൻ സൊസൈറ്റി എന്ന 6-ാം അധ്യായവും, അഭിമുഖീകരിക്കലിൻ്റെ പുതിയ പാതകൾ, പാത്സ് ഓഫ് റിന്യൂഡ് എൻകൗണ്ടർ എന്ന 7-ാം അധ്യായവും ഇതേ സ്വപ്ന പദ്ധതിയുടെ അതാത് തലങ്ങളിൽ വരുന്ന നിരവധി വിഷയങ്ങളിൽ ഉൾക്കാഴ്ച പകർന്ന് മുന്നേറുകയാണ്. 8ാമത്തേതും അവസാനത്തേതുമായ അധ്യായം മതങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ സാഹോദര്യ ശുശ്രൂഷയിൽ, റിലീജിയൻ അറ്റ് സർവീസ് ഓഫ് ഫ്രട്ടേർണിറ്റി ഇൻ അവർ വേൾഡ് എന്നതാണ്. എല്ലാ മതദർശനങ്ങളെയും അംഗീകരിച്ച് സാഹോദര്യഭാവത്തിൽ ഒപ്പം നിർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ രചന അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത് എന്നത് എടുത്തു കാണേണ്ട ഒന്നാണ്. സാധാരണയായി ചാക്രിക ലേഖനങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് സഭാ സമൂഹത്തെയാണെങ്കിൽ മനുഷ്യനിലെ സാഹോദര്യഭാവമുണർത്തി ഒരു വിശ്വ കുടുംബ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടും അതിസമ്പന്നമായ ഈ ചാക്രിക ലേഖനം അഭിസംബോധന ചെയ്യുന്നത് ആഗോള സമൂഹത്തെയാണ് എന്നോർക്കുക. കത്തോലിക്ക സഭയുടെ മാത്രം തലവനായ മാർപ്പാപ്പായ്ക്ക് അതിനുള്ള അധികാരമെന്ത് എന്നൊരു ചോദ്യം ഇവിടെ ഉദിക്കാവുന്നതാണ്. ഒരു ആഗോള കുടുംബ വ്യവസ്ഥ സംബന്ധിച്ച ആശയങ്ങൾ ആഗോള തലത്തിൽ തന്നെ പറയേണ്ടതുണ്ട് എന്നതാണ് അതിനുത്തരം. ആധ്യാത്മിക അവബോധത്തിൽ എത്തി നിൽക്കുന്ന ആർക്കും അതിനുള്ള ധാർമ്മികാധികാരം ഉണ്ടുതാനും. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം 2015 തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്ന സിനറൽ സഭ എന്ന, അല്ലെങ്കിൽ കൂട്ടായ്മ സഭ എന്ന സങ്കല്പത്തെ കൂട്ടായ്മ ലോകം എന്ന സങ്കല്പത്തിലേക്ക് വിശാലമാക്കി അവതരിപ്പിക്കുകയായിരുന്നു ഏവരും സോദരർ എന്ന 2022 ചാക്രിക ലേഖനത്തിലൂടെ എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെ മാനുഷികമായ ഒരു ആഗോള ദർശനത്തിൻ്റെ ഉൾക്കരുത്ത് കൂടി നേടിക്കൊണ്ടാണ് ആ സങ്കല്പത്തെ സഭയിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് 2021 മുതൽ 24 വരെ സിനഡ് ഓൺ സിനഡാലിറ്റി എന്ന പേരിൽ ആഗോള സിനഡുകൾ അദ്ദേഹം നടത്തി തുടങ്ങിയത് എന്ന് വേണം കരുതാൻ. സിനഡ് ഓൺ സിനഡാലിറ്റി സംബന്ധിച്ച അന്തിമരേഖയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ഏവരും സോദരർ എന്ന ചാക്രിക ലേഖനം വായിക്കുന്ന പക്ഷം അതിൻ്റെ ശക്തമായ വേരുകളെല്ലാം ഈ ചാക്രിക ലേഖനത്തിൽ കണ്ടെത്താനാകും. അതിലെ പൊതുഭവനമായിരിക്കുന്ന ഈ ഒരേയൊരു ഭൂമി എന്ന ആശയത്തിലെ ഭൂമി എന്ന വാക്കിന് പകരം സഭ എന്നാക്കി പരാവർത്തനം ചെയ്ത് നോക്കിയാൽ മതി. അത് സിനഡൽ സഭയെക്കുറിച്ചുള്ള പ്രബോധനവും കൂടിയാണെന്ന് കാണാനാകും. ഈ ചാക്രിക ലേഖനത്തിലെ അധ്യായങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശീർഷകങ്ങൾ പോലും സിനഡൽ സഭാസങ്കല്പത്തോട് ചേർന്ന് പോകുന്നതാണ്. ഉദാഹരണത്തിന്, അതിർത്തികളില്ലാതെ മുഴുവൻ ലോകത്തേക്കും തുറക്കുന്ന ഹൃദയം, സംവാദവും സൗഹൃദവും സമൂഹത്തിൽ, അഭിമുഖീകരിക്കലിൻ്റെ പുതിയ പാതകൾ,
എന്നീ ശീർഷകങ്ങളിലെ ആശയങ്ങളെല്ലാം സിനഡൽ സഭാസങ്കല്പവുമായും ഒത്തുപോകുന്നതാണ് എന്ന് കാണാം. അങ്ങനെ ഒരു ആഗോള ചന്തയായി കഴിഞ്ഞിരിക്കുന്ന ഇന്നത്തെ ലോകത്തെയും ഒരു അധികാര സാമ്രാജ്യമായി കഴിഞ്ഞിരിക്കുന്ന കത്തോലിക്ക സഭയെയും മാനുഷികമായ ഒരു പരിവർത്തനത്തിലേക്ക് നയിക്കാൻ ശക്തമായി പ്രചോദിപ്പിക്കുന്ന മൗലിക ചിന്തകളുടെ ഒരു കലവറയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏവരും സഹോദരർ എന്ന ചാക്രികലേഖനമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ചില ഗ്രന്ഥങ്ങൾ വായിക്കാനും മനനം ചെയ്ത് പഠിക്കാനും മാത്രമുള്ളതല്ല, പ്രവർത്തിക്കാനും കൂടിയുള്ളതാണ്. ഏവരും സഹോദരർ എന്ന ഈ കൃതി അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് പറയട്ടെ. കത്തോലിക്ക സഭയിലുള്ളവരെ സംബന്ധിച്ച് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലും ഊർജ്ജത്തിലും ഒരു സിനഡൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ ദൗത്യം എന്ന് ഞാൻ കരുതുന്നു. മഹാനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി.